പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാം ഷൗഡ് ഓഫ് ട്യൂറിനെ കുറിച്ച് കേട്ട് കാണും. യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം ഈശോയെ പൊതിഞ്ഞ തിരുക്കച്ച. ആ തിരുക്കച്ച ഇപ്പോഴുമുണ്ട്. അത് ട്യൂറിൻ എന്ന് പറഞ്ഞ സ്ഥലത്ത് സൂക്ഷിക്കുന്നുണ്ട്. ഈ വാർത്ത വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. അതിൻ്റെ കാര്യം 2024 ഓഗസ്റ്റ് 23 ടൈംസ് ഓഫ് ഇന്ത്യ ഇതിനെക്കുറിച്ചൊരു വാർത്ത വന്നു. അതായത് ആ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: AI ഇമേജസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഫ്രം ഷൗഡ് ഓഫ് ട്യൂറിൻ ഗോസ് വൈറൽ സ്പാർക്കിംഗ് ഓൾഡ് ഡിബേറ്റ് എന്നാണ് ഈ വാർത്തയുടെ ഹെഡിങ് കിടക്കുന്നത്. അതിൻ്റെ കാര്യം അവർ പറയുന്നതാണ്, ഈ ഷൗഡ് ഓഫ് ട്യൂറിൻ യേശുവിൻ്റെ കുരിശുമരണത്തിന് ശേഷം യേശുവിനെ പൊതിഞ്ഞ തിരുക്കച്ചയാണെന്ന് കുറേ അവകാശവാദങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ അത് തെറ്റാണെന്ന് തെളിയിച്ചു. എപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1980 നടന്ന ഒരു കാർബൺ ഡേറ്റിംഗ് ടെസ്റ്റിൽ ഈ തിരുക്കച്ചയുടെ ഒരു ഭാഗം എടുത്തുകൊണ്ട് പോയിട്ട് അതിനെ കാർബൺ ഡേറ്റ് ചെയ്തപ്പോൾ മനസ്സിലായി ഇതിന് ശരിക്കും 700 വർഷത്തെ പാരമ്പര്യമുള്ളൂ, അല്ലാതെ 2000 വർഷത്തെ പാരമ്പര്യമില്ല എന്നുള്ളത് തെളിഞ്ഞു. അപ്പോൾ ഇതൊരു മിഡീവൽ പീരീഡിലൊരു ഫോർജറിയാണെന്ന് പറഞ്ഞ് ഇതിനെ ആൾക്കാർ കളിയാക്കുകയൊക്കെ ചെയ്തായിരുന്നു. പക്ഷേ ഇവിടെ ഒരു ചെറിയ സംഭവമുണ്ട്. അങ്ങനെ ഇരിക്കെ തന്നെ കുറച്ച് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഇതിലുണ്ടായിരുന്നു. അതായത് ഉദാഹരണത്തിന് ഈ പിക്ചറിന്, ഈ ഷൗഡ് ഓഫ് ട്യൂറിനിൽ പതിഞ്ഞ ആ ഒരു ഇമേജ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിക്കാം. ആ ഇമേജിലുണ്ടായ ഒരു ഡീറ്റെയിൽ സ്റ്റഡി, ഒരു 100-ലധികം സ്കോളേഴ്സ് ഇതിൻ്റെ മണ്ടയിൽ പല സ്റ്റഡി നടത്തിയിട്ടുണ്ട്. വർഷങ്ങളോളം ഇതിൻ്റെ മണ്ടയിൽ സ്റ്റഡി നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട്. പക്ഷേ അവർക്ക് കിട്ടാത്ത കുറേ ചോദ്യങ്ങളുണ്ട്. അതിലൊന്ന്, ഇതിനകത്ത് ബ്ലഡ് സ്റ്റെയിൻസ് കാണുന്നുണ്ട്, അതെങ്ങനെ വന്നു എന്നുള്ളത് ഡൗട്ടാണ്. അങ്ങനെ പിന്നെ മിഡീവൽ പീരീഡിൽ ഇത്ര നല്ലൊരു ആർട്ടിസ്റ്റിക് സംഭവം ഉണ്ടാക്കാൻ പറ്റുമോ, അതൊരു ചോദ്യമാണ്. ഇങ്ങനെ കുറേ അൺനോൺ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിനെക്കുറിച്ച് ഫർദർ സ്റ്റഡീസ് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ വളരെ റീസെൻ്റായിട്ട് ഒരു കണ്ടുപിടുത്തം ഇതിൻ്റെ മണ്ടയിൽ നടത്തി. പുതിയൊരു കണ്ടുപിടുത്തം. അത് വളരെ അത്ഭുതമുളവാക്കുന്ന ഒന്നാണ്. എന്താണെന്ന് പറഞ്ഞാൽ, മിഡീവൽ പീരീഡിൽ ഇതൊരു ഫോർജറിയാണ്, കാർബൺ ഡേറ്റഡ് സ്റ്റഡീസ് പറയുന്നത് 700 വർഷത്തെ പാരമ്പര്യമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിൻ്റെ മണ്ടയിൽ പുതിയൊരു ടെക്നോളജി നമുക്കിപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ പേരാണ് വൈഡ് ആംഗിൾ എക്സ്റേ സ്കാറ്ററിങ് എന്ന് പറഞ്ഞ പുതിയൊരു ടെക്നോളജി പിടിച്ചു. ഈ ടെക്നോളജിയിൽ എന്താണ് ചെയ്യുന്നത് പറഞ്ഞാൽ, വളരെ ഫൈബറായിട്ടുള്ള പോളിമറായിട്ടുള്ള സാധനങ്ങളുടെയൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി അതിൻ്റെ ക്രിസ്റ്റലൈൻ നേച്ചർ ഉൾപ്പെടെ പഠിക്കാൻ പറ്റുന്ന ഒരു ടെക്നിക്കാണ് ഈ വാക്സ് എന്ന് പറയുന്നത്. വാക്സ് അല്ലെങ്കിൽ വാക്സ് എന്ന് പറയും. വൈഡ് ആംഗിൾ എക്സ്റേ സ്കാറ്ററിങ് ടെക്നിക്ക് വെച്ചുകൊണ്ട് ഇതിൻ്റെ ഈ ഷൗഡിൻ്റെ മണ്ടയിൽ ഒരു സ്റ്റഡി നടത്തി. വളരെ അത്ഭുതകരമായ കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ് ഇത് മുന്നോട്ട് വെച്ചത്. അതായത് ഇത് പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്: ഈ ഷൗഡിന് ഏതാണ്ട് 2000 വർഷത്തെ പാരമ്പര്യമുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ ബാക്ക് ടു, എന്തുകൊണ്ടാണ് മിഡീവൽ പീരീഡിൽ ഒരു ഫോർജറി വന്ന് എന്ന് നോക്കിയതിനെക്കുറിച്ച് വീണ്ടും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി നടത്തിയപ്പോൾ ഇവർക്ക് മനസ്സിലായി അതൊരിക്കലും ഒരു ഫോർജറി, ഒരു തട്ടിപ്പല്ലായിരുന്നു. പകരം ഇവർ 1980 എടുത്ത പീസ് ഈ ഷൗഡിന് ചുറ്റിപ്പറ്റി ഈ ഷൗഡ് ചീത്താവാതിരിക്കാൻ വേണ്ടി കെട്ടിയ പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ടാണ് ടെസ്റ്റ് ചെയ്തത്. അത് ഏതാണ്ട് 700 വർഷത്തെ പാരമ്പര്യം ഉണ്ടായിരുന്നുള്ളൂ, അല്ലെങ്കിൽ 700 വർഷത്തെ പഴക്കം അതിനുണ്ടായിരുന്നുള്ളൂ. പക്ഷേ ആക്ച്വൽ ഷൗഡിന് 2000 വർഷത്തെ പഴക്കമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ പോളിമർ ഡീറ്റെയിൽഡ് സ്റ്റഡി ഈ പോളിമറിൻ്റെ മണ്ടയിൽ നടത്തിയ ക്രിസ്റ്റലൈൻ സ്റ്റഡി ഈ വാക്സ് ടെക്നിക്കിൽ, അതായത് ഈ പറഞ്ഞ വൈഡ് ആംഗിൾ എക്സ്റേ സ്കാറ്ററിംഗ് വെച്ചുകൊണ്ട് ഇതിനെ പഠിച്ചപ്പോൾ വളരെ അത്ഭുതകരമായിട്ടുള്ള കുറച്ച് കണ്ടുപിടുത്തങ്ങളാണ് നമ്മുടെ മുന്നോട്ട് ഇത് വെച്ചത്. അതിലൊന്നാമത്തത് പറയുന്നത് ഇങ്ങനെയാണ്: കലാപരമായ ഒരുപാട് പൊരുത്തക്കേടുകൾ, അതായത് ആർട്ടിസ്റ്റ് വരച്ചുണ്ടാക്കിയ ഒരു സാധനമല്ല ഇതൊരു എക്സ്റേ റേഡിയേഷൻ പോലെയാണ് ഇതിനകത്ത് ഇത് വന്നിരിക്കുന്നത്, ഈ ഇമേജ് വന്നിരിക്കുന്നത്. ഒന്ന്. രണ്ടാമത്, ഇതിനകത്ത് പിഗ്മെൻറ്റുകളൊന്നും തന്നെ ഇല്ല. വരയ്ക്കാൻ ഉപയോഗിച്ച പിഗ്മെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു സംഭവമേ ഇല്ല. മാത്രമല്ല, ഇതൊരു നെഗറ്റീവ്, ഫോട്ടോഗ്രാഫിക് നെഗറ്റീവ് എന്നാണ് ഇതിനെ പറയുന്നത്. അപ്പോൾ ഈ 700 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഫോട്ടോഗ്രാഫി പോലും കണ്ടുപിടിക്കാത്ത സമയത്ത് എങ്ങനെ ഒരു ഫോട്ടോഗ്രാഫിക് നെഗറ്റീവിനെ കുറിച്ച് ഇമേജ് ഉണ്ടാവും? ഇത് അൺനോൺ ക്വസ്റ്റ്യനാണ്. നമുക്കിപ്പോഴും ആൻസർ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്നാണത്. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് നോക്കുമ്പോൾ ഈ സ്റ്റെയിൻസ് ഒക്കെ കണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മുറിവുകൾ, സ്റ്റെയിൻസ്, ഇതുണ്ടാക്കിയിരിക്കുന്ന സാധനങ്ങളൊക്കെ ബ്ലഡ് സെൽസിൽ നിന്നുണ്ടായിട്ടുള്ളതാണ്. അതായത് അതിനകത്ത് പ്രോപ്പർ DNA അവർക്ക് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബ്ലഡ് സ്റ്റെയിൻ ആണെന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ബ്ലഡിൻ്റെ ഗ്രൂപ്പൊക്കെ അവർ തന്നെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. അതിൽ കൃത്യമായിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ലിങ്കുകളിടാം, നിങ്ങൾക്ക് അതിൻ്റെ വായിച്ചാൽ മനസ്സിലാവും. അതെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരിക്കലും ഒരു ആർട്ടിസ്റ്റിക് ഡ്രോൺ പിക്ചർ അല്ല എന്നുള്ളത് തെളിയിക്കപ്പെട്ടു. മൂന്നാമത്തൊരു കാര്യം, ഇതിൻ്റെ ചരിത്രപരമായ ഇമ്പോർട്ടൻസ് ആണ്. അതായത് 1-ാം നൂറ്റാണ്ടിൽ യഹൂദന്മാർ എങ്ങനെയാണോ ശവസംസ്കാരം ചടങ്ങുകൾ നടത്തിയിരിക്കുന്നത്, എക്സാക്ട്ലി ആ രീതിയിലാണ് ഈ ഷൗഡിൽ കാണുന്ന അറേഞ്ച്മെൻറ്റ്സ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ 1-ാം നൂറ്റാണ്ടിൽ തന്നെ നടന്ന ഒരു സംഭവമാണെന്നുള്ളതിന് അടുത്തൊരു തെളിവും ഇത് ഉറപ്പിച്ചു കൊണ്ടുവരികയാണ്. ബ്ലഡ് സെൽസ് വരുന്നുണ്ട്, ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഡേറ്റിംഗ്, ഒറിജിനൽ ടൈം തന്നെ ഏതാണ്ട് 1st സെഞ്ച്വറി പോയി നിൽക്കുന്നുണ്ട്. മൂന്നാമതായിട്ട്,
ഇതിനകത്ത് കാണുന്ന അടയാളങ്ങൾ, മുറിവുകൾ തുടങ്ങിയവയൊക്കെ നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്നത് ഇന്ന് ലോക ചരിത്രത്തിൽ നമുക്കത് എന്തെങ്കിലുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് സുവിശേഷങ്ങളായിട്ട് മാത്രമേ റിലേറ്റ് ചെയ്യാൻ പറ്റൂ. അതായത് ഇത് പറയാതെ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ക്രിസ്തുവിന് ഏറ്റ പീഡാസഹനത്തിൻ്റെ മുറിവുകളെല്ലാം കൃത്യതയോടുകൂടെ ഈ വലിയ ഈ ഒരു ഷൗഡിനകത്ത് വ്യക്തമായിട്ടുണ്ട് എന്നുള്ളതാണ്. സോ ക്വസ്റ്റ്യൻ ഈസ്, അങ്ങനെയൊക്കെ ഇത്ര വ്യക്തതയോട് പറയാനും അല്ലെങ്കിൽ ഒരു 2000 വർഷത്തോളം പാരമ്പര്യം നിലനിൽക്കെ ഇത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ഒരു ഷൗഡ് നമ്മുടെ മുമ്പിൽ തുറന്നു വയ്ക്കുന്ന ചിന്ത ഇതാണ്: ഇത് ക്രിസ്തുവിൻ്റെ തന്നെ തിരുശേഷിപ്പാണ്, അല്ലെങ്കിൽ അവനെ തന്നെ അടക്കിയ വസ്ത്രത്തിൻ്റെ ബാക്കിയാണ് എന്ന് തന്നെ നമുക്ക് ഇത് വിശ്വസിക്കേണ്ടി വരും. ഇതിൻ്റെ മണ്ടയിൽ ഇനിയും സ്റ്റഡീസ് നടക്കുന്നുണ്ട്. ഞാൻ ഇതിന് താഴെ കുറച്ച് ലിങ്കുകൾ ഇടാം. ഈ ഷൗഡിനെ കുറിച്ച് സ്റ്റഡീസ് നടക്കുന്ന സയൻറ്റിഫിക് ഏരിയാസ് ഏതൊക്കെയാണ്, അതിൽ നടക്കുന്ന പിന്നെ റിസർച്ച് സ്കോളേഴ്സിൻ്റെ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ ഇത് റിലേറ്റഡ് ആയിട്ട് ആമസോണിൽ അവൈലബിൾ ആയിട്ടുള്ള ബുക്സ് ഒക്കെ നിങ്ങൾക്ക് ഞാനിടാം. നിങ്ങളും വായിക്കുക, അറിയുക. വീണ്ടും നമ്മുടെ മുമ്പിൽ ഊന്നി നമ്മൾ ഇതിനു മുമ്പ് ചെയ്ത ഡെഡ് സീ സ്ക്രോൾസിന് ശേഷം കണ്ട മൊസൈക്കിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നു, നിങ്ങൾ കണ്ടല്ലോ, മെഗിദോ മൊസൈക്ക്. അതുപോലെ അത് ക്രിസ്തുവിൻ്റെ ദൈവത്വം തെളിയിക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ കുരിശുമരണം ചരിത്രത്തിൽ ഊന്നി തെളിയിക്കുന്ന ചരിത്ര രേഖകൾ ഓരോ വർഷം കഴിയുന്നതോറും അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല അത് കൂടുതലായിട്ട് നമ്മുടെ മുമ്പിൽ പറഞ്ഞു വയ്ക്കുന്നത് യേശു ക്രൂശിക്കപ്പെട്ടു, മരിച്ചു, അവൻ ഉയർത്തെഴുന്നേറ്റപ്പെട്ടു എന്ന് തന്നെയാണ്. യേശു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.